പ്രിയപ്പെട്ട എൻ്റെ നല്ല സുഹൃത്തുക്കളെ, വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ വചനങ്ങൾ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ്. അവൻ നിൽക്കുന്ന സ്ഥലത്ത് ആളുകൾ കടന്നു വരാൻ സാധിച്ചില്ല. ഭയങ്കര തിക്കും തിരക്കാണ്. ഈശോയ്ക്ക് ഒപ്പം തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആധുനിക മാധ്യമങ്ങളൊന്നും ഇല്ലാതെ വാഗൊണ്ട് മാത്രം പറഞ്ഞ് കേട്ട് കാതുകൊണ്ട് മാത്രം കേട്ട് വന്ന ഒരു ജനതയാണ്, ജനസമൂഹമാണ്. അപ്പോൾ അവനിരുന്ന വീട്ടിലേക്ക് ആളുകൾക്ക് കയറാൻ സാധിക്കാത്തതുകൊണ്ട് കൂടെ വന്ന തളർവാദ രോഗിയും കൊണ്ട് വന്ന ആളുകൾ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു എന്നാണ് പറയുക. ആലങ്കാരികമാണോ അതല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് മേൽക്കൂര പൊളിച്ചിറക്കിയവരുടെ വിശ്വാസമാണോ അതോ കുഷ്ഠരോഗിയെ കിടന്ന ആളുടെ വിശ്വാസമാണോ ശക്തിയുള്ളത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ മേൽക്കൂര പൊളിച്ചവരോടൊപ്പം നിൽക്കുകയാണ്. എപ്പോഴും പറയുന്നൊരു വാക്കാണ്, പൊളിക്കപ്പെടാതെ പണിയപ്പെടില്ല. നിങ്ങൾ എൻ്റെ ശരീരം നശിപ്പിച്ചോളൂ, ഞാൻ 3 ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കുക, അല്ലെങ്കിൽ ഞാൻ പുതുക്കിപ്പണിയാണ്. ഇതൊരു പൊളിച്ചെടുക്കലാണ്. ഇപ്പോൾ പൊളിക്കാതെ നമ്മുടെ ഒരു പള്ളി പൊളിക്കാതെ പുതിയതായിട്ട് പണിയത്തില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ സൈഡ് ഇറക്കി അങ്ങനെയൊക്കെ പോയി അല്ല, തച്ചുടയ്ക്കാനും തകിടം മറിക്കാനും പിഴുതെറിയാനും പുതുക്കി പണിയാനും ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന ചിന്തയിൽ പൊളിക്കുക. അപ്പം പിന്നെ പണിയുള്ളൂ. പിന്നെ രണ്ടാമത്തേത്, ഈ മനുഷ്യർ അദ്ദേഹത്തെ ഈ തളർവാദ രോഗിയെ കെട്ടിയിറക്കുകയാണ്. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വല്ലാത്തൊരു കുത്തായിപ്പോയി. പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഇവനെന്ത് അധികാരം എന്ന് കണ്ടുവന്നവരൊക്കെ ചോദിച്ചു. ഈശോ തൻ്റെ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി ആരോടും ചോദിച്ചില്ല, ഞാനൊന്ന് ക്ഷമിച്ചോട്ടെ എന്ന് ചോദിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അധികാരത്തിൻ്റെ ദൈവികമായ അധികാരത്തിൻ്റെ ജ്വാല കിടക്കുകയാണ്. ഇതിനെ കത്തി പടരാൻ വേണ്ടി പാടുന്നില്ല. ഞാനത് കത്തി പടർന്നു. ചോദിക്കുന്നവരൊക്കെ ചോദിക്കട്ടെ. നിങ്ങളെ സംശയിക്കുന്നവരുണ്ടാകാം, നിങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകാം, അവരൊക്കെ ചോദിക്കട്ടെ, അവരൊക്കെ പറയട്ടെ. എന്നോട് ദൈവം എന്നോട് അരുളി ചെയ്ത് ഞാൻ ചെയ്തു. രണ്ടാമത്, ഇതൊക്കെ മനസ്സിലാക്കിയെന്നുള്ളതാണ്. അടുത്ത് നിൽക്കുന്നവരുടെ ഇംഗിതം മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ക്രിസ്തു. അത് മനസ്സിലാക്കിയിട്ട് അവർ ചോദിച്ചു, ഏതാ എളുപ്പം, തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ അതോ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ്? ഭയങ്കര അർത്ഥമുള്ള കാര്യമാണ്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായ ഒരു കാര്യമാണ്. അവിടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുരഞ്ജനമാണ് ദൈവത്തോട്. പക്ഷേ എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അവനെയും ഭാരം ചുമക്കണം. കിടക്കെടുത്തുകൊണ്ട് തളർവാദ രോഗിയായിട്ട് കിടന്നവനാണ്. എന്ത് സൈക്കോളജിയാണ് യേശുക്രിസ്തുവോട് അപ്ലൈ ചെയ്യുന്നത്? തളർവാദ രോഗിയെ കൊണ്ട് ഭാരമുള്ള, അത് 4 പേര് ചുമന്നുകൊണ്ട് വന്ന് കിടക്ക അവനെക്കൊണ്ട് തന്നെ ചുമപ്പിച്ച് എടുത്തുകൊണ്ട് പോകും. താൻ കിടന്നതിനെ താൻ തന്നെ ചുമക്കുക എന്നൊരു സംഭവം. പിന്നെ തളർവാദത്തിൽ കിടന്നവൻ കിടക്കെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടി വലിയൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മളോടൊക്കെ ചോദിക്കും, പാപമുണ്ടോ? പിന്നെ പാപത്തിൻ്റെ വരച്ചേക്കുന്ന സമൂഹമാണ്. അപ്പോൾ പാപം ഉണ്ട് എന്ന് തോന്നിപ്പോയാൽ അത് പാപം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വരയിൽ നിന്നല്ല, ഞാൻ ദൈവത്തോട് അടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട്, അത് മാത്രം നോക്കിയാൽ. സമൂഹത്തിൻ്റെ വരയൊക്കെ ഓരോ കാലഘട്ടത്തിന് ചേർന്ന് അത് അവർ വരച്ചിട്ടുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് അകലാൻ എന്തെങ്കിലും കാരണമുണ്ടെന്ന് മാത്രം നോക്കും. എന്നിട്ട് പലപ്പോഴും പറയും കിടക്കെടുത്തുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ കാല് വയ്യേ, നടുവേദനയാണേ, അങ്ങനൊന്നുമില്ലേ. പറയുന്നത് ആരാണെന്ന് മാത്രം ശ്രദ്ധിക്കുക, എന്നിട്ട് എടുക്കുക. ഒത്തിരി നടക്കാൻ വേണ്ടിയാണ് എടുക്കാൻ പറഞ്ഞത്, ഒത്തിരി കുതിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നത്. ഉസൈൻ ബോൾട്ട് ഒരല്പമെങ്കിലും പ്രകൃതിയോട് കുനിഞ്ഞു നിന്നെങ്കിൽ അദ്ദേഹം കുതിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് മുമ്പിൽ കുനിഞ്ഞു നിന്ന് കുതിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നന്മയുടെ നല്ല ദിവസം.